ട്രേഡേഴ്സ് ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ഞാൻ മാർക്കറ്റിലൊരു എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ 54,100 മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. 54,117 ഈ ഒരു ലൈനിനെ മാർക്കറ്റ് ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ലൈനിനെ മാർക്കറ്റ് ഒരു അപ്സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്സൈഡ് ട്രേഡ് എടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ട്രേഡ് എടുക്കാനുള്ള റീസണും അതിൻ്റെ കാരണങ്ങളും ഒക്കെ ഞാൻ ട്രേഡ് എൻഡ് ചെയ്തതിന് ശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് എക്സാക്ട്ലി നമ്മളുടെ ആ ഒരു പോയിൻറ്റിൻ്റെ അവിടുന്ന് അല്ലെങ്കിൽ ആ തൊട്ട് അടുത്തുനിന്ന് തന്നെ വന്നിട്ട് അവിടുന്ന് ഒരു റിവേഴ്സൽ ടൈപ്പ് ഓഫ് ക്യാൻഡിലാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണെന്നറിയില്ല. ഇനിയിപ്പോൾ അപ്സൈഡിലേക്ക് ഒരു 54,117 ആ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ഒരു അപ്സൈഡ് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാം. സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ടാർഗറ്റും സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു സ്റ്റോപ്പ് ലോസും മാത്രമായിരിക്കും ഈ ഒരു ട്രേഡിലും നമ്മൾ വയ്ക്കുന്നത്. 54,094 ഒരു റൗണ്ട് നമ്പറും കൂടിയാണ്. 54,100 എന്ന് പറയുന്നത് ഒരു റൗണ്ട് നമ്പറും കൂടിയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പോർഷനിൽ നിന്നൊരു റിജക്ഷൻ വരുന്നത്. ഞാൻ ഒരിക്കലും ഒരു റൗണ്ട് നമ്പറിൻ്റെ അവിടെ പോയി സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനോ ശ്രമിക്കാറില്ല. നമ്മളുടെ ഒരു പ്രോപ്പർ ഒരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷം നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുമെന്ന് കണ്ടാൽ മാത്രമേ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കാറുള്ളൂ. ഇപ്പോൾ K116624 ഒന്ന് വെയിറ്റ് ചെയ്താൽ ഓക്കെ. നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് അത്യാവശ്യം ഇച്ചിരി മേളിലായി പോയെന്ന് തോന്നുന്നു. 54,117 എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്ത്. പക്ഷേ മാർക്കറ്റ് അതിലേക്കാട്ടിലും മേളിലേക്ക് 117 കാണിച്ചു പോലില്ല. ഓക്കെ, ഇത് അഗൈൻ കമ്മിങ് ബാക്ക് ടു ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഏകദേശം നമ്മൾ വിചാരിച്ച ഒരു എൻട്രി പോയിൻറ്റിൽ തന്നെ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഒരു ആവറേജ് ബൈങ് പ്രൈസ് ആയിട്ട് 1037.57 ആണ്. നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് വച്ചേക്കാം. അപ്പം 1037.57 ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും കൂടെ. ചെറുതായിട്ടൊരു റിജക്ഷൻ ഫോമായി അത്യാവശ്യം ഞാൻ അവിടെ നിന്ന് ഒരു കണ്ടിന്യൂസ്ലി ഒരു ബിഗ് മൊമെൻറ്റമാണ് മേളിലേക്ക് പ്രതീക്ഷ. പക്ഷേ ഇല്ല, ഒരു റിജക്ഷനാണ് ഫേസ് ചെയ്യുന്നത്. നമുക്ക് നമ്മളുടെ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസിന് ഏതായാലും പ്ലേസ് ചെയ്തേക്കാം. 1013 1014 ട്രിഗർ പ്രൈസ് വന്നിട്ട് 1014 ആണ്. ട്രിഗറും കൂടെ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 90 ക്വാണ്ടിറ്റി ആവറേജ് ബൈങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് നമുക്ക് 1037.57 നമ്മളുടെ ഒരു ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രീനിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ എൻട്രിയും എക്സിറ്റും കൂടെ ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. റൈറ്റ്, പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ട്, സ്പോട്ടിൻ്റെ അല്ലല്ലോ, തെറ്റിപ്പോയി. പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. നമ്മളുടെ എൻട്രി പോയിൻ്റ് ആണ് ഈ ഒരു ബ്ലൂ ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റാണ് പ്രീമിയം വൈസ്. നമ്മളുടെ എൻട്രി ഓക്കെ ഫൈൻ, അത്യാവശ്യം 2000 ക്രോസ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ ഒരു മൊമെൻറ്റമാണ് നമ്മൾ ട്രേഡ് എടുത്തോടനെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അത് കിട്ടിയില്ല. നമ്മൾക്ക് ടാർഗറ്റ് വയ്ക്കാനുള്ളൊരു സ്പേസ് മാർക്കറ്റ് തരുമോ എന്നറിയത്തില്ല. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഈ ഒരു റേഞ്ചിലായിരിക്കും. ഫൈൻ, ഓക്കെ. നമുക്ക് നമ്മളുടെ ടാർഗറ്റിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. കാരണം അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം അറൗണ്ട് അവർ ടാർഗറ്റ് അല്ലെങ്കിൽ നിയർ ബൈ അവർ ടാർഗറ്റ്. എത്ര നിങ്ങൾ ആ പേഷ്യൻസ് ഒന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ ഇത്രയും നിങ്ങളുടെ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുമോ, ഇനി അതോ നിങ്ങൾ റാൻഡംലി ഇത്രയും നല്ലൊരു മൊമെൻറ്റം കിട്ടി പിന്നെ അവിടുന്ന് റിജക്ഷൻ കിട്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് റിജക്ഷൻ കിട്ടിയാലും ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിലേ ഇറങ്ങത്തുള്ളൂ. കാരണം നിങ്ങൾ നോക്കി ഇപ്പോൾ എത്ര ക്ലോസ് ടു അവർ ടാർഗറ്റ് ലെവലാണ്, അല്ലെങ്കിൽ എത്ര അടുത്താണ് നമ്മളുടെ റൈറ്റ് ഫൈൻ, എത്ര അടുത്താണ് ഞാൻ നമ്മളുടെ ടാർഗറ്റിനെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ഞാൻ ടാർഗറ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. നമ്മളുടെ ടാർഗറ്റിൻ്റെ എത്രയും തൊട്ടടുത്തു നിന്നാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നത്. എനിവേസ് കുഴപ്പമുള്ള കാര്യമല്ല. ഏതായാലും നമ്മളുടെ പ്രോപ്പർ ടാർഗറ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സ്റ്റോപ്പ് ലോസിലായിരിക്കും ഇറങ്ങുന്നത്. ജസ്റ്റ് നിങ്ങളും കൂടെ നിങ്ങളെ ഒന്ന് വിലയിരുത്തുക. അപ്പം ഇത്രയും പേഷ്യൻസ്ലി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ഏതാണ് നമുക്ക് മാർക്കറ്റ് തരുന്നത് അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു സൈക്കോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ മാർക്കറ്റിനെ ആ ഒരു രീതിയിൽ കാണാനുള്ള ഒരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. സോ എനിവേസ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ആണ് നമ്മൾ ടാർഗറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 1087 ആണ് നമ്മളുടെ റൈറ്റ്
ഓക്കെ ഫൈൻ. നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ട്രേഡേഴ്സ് കുറച്ച് ടെൻഷൻ അടിപ്പിച്ചെങ്കിലും ഓവറോൾ നമ്മളൊരു 4500 അടുപ്പിച്ച് പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. 9.51 ട്രേഡ് എടുത്ത് 9.55 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. വളരെ സിമ്പിളായ ഒരു ട്രേഡായിരുന്നു. മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തൊട്ടേ ഞാൻ മാർക്കറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോള് വന്നതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് മേളിലേക്ക് പോകാനായിരുന്നു ശ്രമിച്ചത്. ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് നമ്മളിവിടെ ഒരു ട്രേഡിൽ എൻട്രി എടുത്തു. എക്സാക്ട്ലി ഒരു 50 പോയിൻറ്റ്സിൻ്റെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും 50 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും വെച്ച് ഓവറോൾ ഒരു 4000+ ഒരു പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്യുന്നുണ്ട്.